ഹായ് കൂട്ടുകാരെ, നമസ്കാരം. കൂട്ടുകാർക്കൊക്കെ സുഖമല്ലേ? അപ്പം ഞാനിന്ന് വ്ളോഗല്ല ചെയ്യുന്നത്. ഇന്നൊരു റെസിപ്പി പരിചയപ്പെടുത്താനാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അത് മുരിങ്ങക്കായ വെച്ചിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. മുരിങ്ങക്കായ തോരൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തോരനാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അപ്പം ഞാൻ അതിന് ഒരു 5 മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം മുറിച്ചെടുത്തിട്ട് ഇതിനകത്തുനിന്ന് അതിൻ്റെ കാമ്പ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ. സ്പൂണ് കൊണ്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ ആ കാമ്പെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനൊരു അരപ്പും കൂടെ തയ്യാറാക്കി എടുക്കണം, ഒന്ന് ഒതുക്കി എടുക്കണം. അതിന് മിക്സിയുടെ ജാറിലേക്ക് ചെറിയ ഉള്ളിയും പച്ചമുളക്, മുരിങ്ങക്കായക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങയാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിലേക്ക് പെരിഞ്ചീരകം ഒരു 1/4 ടീസ്പൂൺ മതി. പെരിഞ്ചീരകവും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. അതായത് ഒന്ന് ഒതുക്കിയെടുത്താൽ മാത്രം മതി, ഒരുപാട് അരഞ്ഞു പോകണ്ട. അതിന് ശേഷം നമ്മളൊരു ചീനച്ചട്ടിയോ ഏതെങ്കിലും ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കുക. എന്നിട്ട് ഞാനിവിടെ എണ്ണ ഒഴിച്ചു കൊടുത്തത് വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് അതിലേക്ക് കടുക് പൊട്ടിച്ചു. അതിലേക്ക് ഒരു 3-4 ചെറിയ ഉള്ളിയും വറ്റൽമുളകും ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുരിങ്ങക്കായ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ ഞാനൊരു പകുതി സവോളയും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിട്ടതിന് ശേഷം നമുക്ക് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഈ മുരിങ്ങക്കായ തോരനെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ് കേട്ടോ. ഈ മുരിങ്ങക്കായ നമ്മൾ നേരെ അത് മുറിച്ച് നമ്മൾ കറിയിലൊക്കെ ഇട്ടാലും കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അവർ കഴിക്കത്തില്ല. അത് ചീമ്പാനൊക്കെ ഭയങ്കര പാടല്ലേ എന്ന് വിചാരിച്ചിട്ട് അവരത് എടുത്ത് കളയാറൊക്കെ ഉണ്ട് മുരിങ്ങക്കായ. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി കൊടുത്താൽ ആരും വേണ്ടെന്ന് പറയത്തില്ല, മുഴുവനായിട്ടും അവർ കഴിച്ചു പോകും, അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കുന്നുണ്ട്, അത് ഞാൻ വഴിയെ പറയാം. ഇതും ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു പകുതി സവോളയും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. എന്നിട്ട് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഞാൻ ദേ പകുതി സവോളയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. ഇതിന് ആവശ്യമുള്ള ഉപ്പും കൂടെ ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ ആവിയിൽ തന്നെ ഇത് വെന്ത് കിട്ടും. നമുക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, അടച്ചു വെച്ചാൽ മാത്രം മതി, നന്നായിട്ടത് വെന്ത് കിട്ടും. അപ്പോൾ ഞാൻ ഈ തോരൻ ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ചേർക്കുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഒരു മുട്ടയാണ്. അപ്പോൾ ഞാനത് ഒരു മുട്ട പൊരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, ചെറുതായിട്ട് ചിക്കി പൊരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിപ്പം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച അരപ്പും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ അരപ്പിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം മാത്രമേ നമ്മൾ പൊരിച്ച് വെച്ചിരിക്കുന്ന മുട്ട അതിലേക്ക് ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് അടച്ചു വയ്ക്കണമെങ്കിൽ അടച്ചു വയ്ക്കാം. അപ്പോൾ ഞാൻ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് സ്കിപ്പായി പോയതാണ്. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക ഈ സമയത്ത്. അതല്ലെങ്കിൽ ഉള്ളിയും വറ്റൽമുളകൊക്കെ മൂപ്പിച്ച സമയത്താണെങ്കിലും കറിവേപ്പില ഇട്ട് കൊടുക്കാവുന്നതാണ്. എൻ്റെ കൈവശം കറിവേപ്പില തീർന്നു പോയതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാതിരുന്നത്. അപ്പോൾ ഈ തേങ്ങാക്കൂട്ടിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് പൊരിച്ച് വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ അതിലേക്ക് മിക്സ് ചെയ്യണം. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സിമ്പിളായിട്ടുള്ള മുരിങ്ങയ്ക്ക തോരൻ ഇവിടെ റെഡിയാണ്. അപ്പോൾ മുരിങ്ങക്കായ എങ്ങനെ കറി വെച്ച് കൊടുത്താലും കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടാകില്ലേ? അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഇവിടെ മക്കൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അല്ലാതെ ഞാൻ എങ്ങനെ ഉണ്ടാക്കി കൊടുത്താലും മുരിങ്ങക്കോലെടുത്ത് മാറ്റുകയാണ് പതിവ്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ഞാൻ ഉണ്ടാക്കിയപ്പോൾ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആ ഒരു റെസിപ്പി നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കിയേക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ച് നിങ്ങളുടെ വിലയേറിയ കമൻറ്റും കൂടെ ഇട്ടേക്കണം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു.